അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കണി വെച്ചതൊക്കെ നമ്മൾ കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടി. പിന്നെ ഞാനും അവർക്ക് അങ്ങോട്ട് കൈനീട്ടം കൊടുത്തു കേട്ടോ. പിന്നെ ഈ വിഷു ഞാനിവിടെ വന്നിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ വിഷു കൂടിയാണിത്. അങ്ങനെ എൻ്റെ കൈനീട്ടമൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ 3 പേര് കൂടിയിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ തൊഴാൻ പോയി. അവിടെ ചെന്നപ്പോൾ എന്തായാലും മുത്തപ്പൻ ഉണ്ടായിരുന്നു. മുത്തപ്പനെ കാണാൻ പറ്റി. അങ്ങനെ മുത്തപ്പനെ കണ്ട് തൊഴുതു. നമ്മൾ ഒരുപാട് സമയം നിന്നില്ല, പെട്ടെന്ന് തൊഴുതിട്ട് അങ്ങ് പോരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് സദ്യ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ എല്ലാം കൂടിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രഥമൻ്റെ പണിയിലാണ്. പ്രഥമന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ പ്രഥമൻ്റെ പണിയിലാണ് ഇതിപ്പോൾ. എന്നാലും 1 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. പിന്നെ പപ്പടം കൂടി വറുക്കണമായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് പപ്പടം കൂടി വറുത്തെടുത്ത്. പിന്നെ അച്ഛനപ്പോഴത്തേക്കിനെ ഇല വെട്ടിക്കൊണ്ട് വന്നു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. സദ്യ ചെറുതായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ വർഷത്തെ വിഷു.